എല്ലാ പേപ്പറും ഫുൾ ഫിറ്റ് ആണ്. എല്ലാ പേപ്പറും മൊത്തം ഫുൾ ഫിറ്റ് ആണ്. വണ്ടിന്റെ ക്ഷേമതി പേപ്പർ വരെ ഫുൾ ഫിറ്റ് ആണ്. എല്ലാ കസ്റ്റമേഴ്സുള്ള ബുദ്ധിമുട്ട് ക്ഷേമതി പൈസ പെൻഡിങ് ഉള്ള കാര്യങ്ങൾ നമ്മളെ പേപ്പർ എല്ലാം ക്ഷേമതി പേപ്പർ ക്ലിയർ ആണ്. ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. കണ്ടെയ്നർ വരെ പക്ക ക്ലിയർ ആണ്. കണ്ടെയ്നർ ബോഡി അടിക്കുന്നതിന് ഏകദേശം ഒരു 1 lakhന്റെ മുകളിൽ എക്സ്പെൻസ് വരുന്ന സംഭവം. അത്രയും കോസ്റ്റ് വരും അല്ലേ? അത്രയും കോസ്റ്റ്. ഈ ഒരു കണ്ടെയ്നർ ബോഡി അടിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു 1 lakh എന്തായാലും വേണ്ടി, അതിൽ കുറയില്ല. നമുക്ക് ഒന്നാമത് ഈ പുതിയ ബൈപ്പാസ് വന്നപ്പം 3 വീലർ കയറാത്തൊരു നിയമമുള്ളതിനെ കൊണ്ട് ഒരുവിധം ഓട്ടോക്കാർ മാറ്റിട്ട് ഈ വണ്ടിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വന്ന എല്ലാ വണ്ടി വേഗം പോയിട്ടുണ്ട്. AC ക്യാബിൻ വരുന്ന വാഹനമാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. വണ്ടി കിലോമീറ്റർ ഓടിയത് 1.50 ഓടിക്കുന്നത്. എല്ലാം കമ്പനി സർവീസ് തന്നെയാണ്. പക്ഷേ ഈ വണ്ടി നമുക്ക് വാറണ്ടി ഉണ്ട്, എഞ്ചിൻ വാറണ്ടി ഉള്ള വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കൊമേഴ്ഷ്യൽ പേർപ്പസ് ഉണ്ടാവില്ല. ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത്. യൂസ്ഡ് കൊമേഴ്ഷ്യൽ അതെന്ന് പറയുമ്പോൾ പലരും യൂസ്ഡ് കൊമേഴ്ഷ്യലിൽ ഒരു വാറണ്ടിയോ കാര്യങ്ങളോ ഗ്യാരണ്ടിയോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് പോയി നോക്കുക, എടുത്തു പോവുക, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് കൂടെ ചെയ്തിട്ടുണ്ട്. ക്യാബ്സ് കൊമേഴ്ഷ്യൽ, കോഴിക്കോട് കുണ്ടായിത്തോടാൻ ലൊക്കേഷൻ. ഇതാ നമുക്ക് സുഷിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സുഷി. സുഖം തന്നെ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒക്കെ അടിപൊളി. സെയിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതാണ് നമുക്ക് പ്രേക്ഷകരെ, അതായത് ഇതിന് പ്രേക്ഷകരുണ്ട് എന്നുള്ള തെളിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ വ്യൂസും കിട്ടുന്നുണ്ട്. വ്യൂസ് ഉണ്ട്, അതേമാതിരി നമുക്ക് വ്യൂസ് മാത്രം നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും. നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവര് വണ്ടി എടുത്ത എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. 100% അല്ലെങ്കിലും ഒരു 95% സാറ്റിസ്ഫൈഡ് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത വണ്ടികളിൽ ടാറ്റയ്ക്ക് എല്ലാത്തിനും വണ്ടിക്കും വാറണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാറ്റേനെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നേരെ കമ്പനി പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർ ടാറ്റേന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. ഡീലർഷിപ്പ് ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, മഞ്ചേരി ഉണ്ട്, കണ്ണൂർ, കാസർഗോഡ്, ഇരിട്ടി, ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ ഇത് യൂസ്ഡ് വിങ് ആണ് ഫുള്ള്. ഇന്ന് മറ്റേ ഫോഴ്സിന്റെ ഇതൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ ട്രാവലറിന്റെ കൊമേഴ്ഷ്യൽ അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട ആരെങ്കിലും നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഏതൊക്കെ കാണിക്കുന്നുണ്ട്? നമ്മൾ ചെറുത് ഏതാണുള്ളത്? ഏറ്റവും ബേസ് ഏതാണ്? ബേസ് ചെറുതുള്ളത് സാധാരണ മാത്രം സിപ്പാണ് ഏറ്റവും ചെറിയ ആളുള്ളത്. ഓക്കെ. അപ്പോൾ കൂടിയ വണ്ടി ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്. കാണാൻ വലുപ്പമുള്ളൂ, പക്ഷേ റേറ്റ് കുറവുണ്ട്. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. വാറണ്ടി ഉള്ള വണ്ടികളും ഇല്ലാത്ത വണ്ടികളും ഒക്കെ ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. കോഴിക്കോട് കുണ്ടായിത്തോട് ഹൈവേ സൈഡ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാബ്സ് കൊമേഴ്ഷ്യൽ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ദ ഇൻട്ര V20 ആണ്. ടാറ്റയുടെ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഏറ്റവും പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? 2024 മോഡൽ വണ്ടി. 24 മോഡൽ വാഹനം. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ ഇതിന്റെ? ഇത് 2024 മോഡൽ വണ്ടി നമ്മുടെ 2.0 എന്ന് പറഞ്ഞ ഒരു വേർഷനാണ്. അതായത് ഇതിൽ പെട്രോൾ ഉണ്ടാവും, CNG ഉണ്ടാവും, രണ്ടും ഉണ്ട് അല്ലേ? രണ്ടുണ്ട്. അപ്പൊ CNGയിൽ എത്ര മൈലേജ്, പെട്രോളിൽ എത്ര മൈലേജ്? CNG നമുക്ക് മൈലേജ് കമ്പനി ലോഡിൽ പറഞ്ഞാൽ ലോഡ് തന്നെ പറഞ്ഞു. നമ്മൾ പറഞ്ഞ മൈലേജ് ലോഡ് തന്നെയാണ്. നമുക്ക് ഏകദേശം 20 അടുത്ത് കമ്പനി മൈലേജ് പറയുന്നുണ്ട് CNG. അപ്പൊ എന്തായാലും ഒരു 22-24 അടുത്ത് എന്തായാലും മൈലേജ് പെർഫോമൻസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വലിയ CNGയിലേക്ക് മാറ്റുമ്പോൾ പവറിന്റെ ലോഡ് വലിയ വ്യത്യാസമില്ല, ഒരു വലിയ പ്രശ്നം ഒന്നുമില്ല. അവളോട് ചോദിച്ചിരുന്നോ? ഒക്കെ എല്ലാം 100% നമുക്ക് കൺഫേം ആയ കേസാണ്. ഇപ്പോൾ നമുക്ക് മൂവിയുടെ വണ്ടി അപ്പോൾ 2.0 അതാണ് പുതിയ വെർഷൻ അല്ലേ? പുതിയ വെർഷൻ. CNG ഉണ്ട്, പെട്രോളും ഉണ്ട്. പെട്രോൾ എന്തായാലും കുറവായിരിക്കും മൈലേജ്. പെട്രോൾ നമുക്ക് എന്തായാലും ഒരു 15-16 അടുത്ത് മാക്സിമം കിട്ടുള്ളൂ. മാക്സ് മാത്രമേ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇത് ക്ലോസ്ഡ് ബോഡിയാണ്, കവേർഡ് ബോഡിയാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് കവേർഡ് ബോഡി അത്രേ ഉള്ളൂ അല്ലേ? കവേർഡ് ബോഡി, കണ്ടെയ്നർ ടൈപ്പ് ഒന്നും അല്ല. അങ്ങനല്ല, ജസ്റ്റ് ഇതൊന്നുമില്ല അല്ലേ? കണ്ടെയ്നർ വരുന്നതന്നെ. അല്ല, കണ്ടെയ്നർ അല്ല, ഐ മീൻ ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ പ്രശ്നം, അങ്ങനത്തെ ബോഡിയല്ല. ഓക്കെ. അപ്പോൾ AC ക്യാബിനാ വണ്ടി വരുന്നത്. AC ക്യാബിൻ. അതായത് ഈ വണ്ടി ശരിക്കും കമ്പനിയിൽ നോൺ AC ക്യാബിനെ വണ്ടി ഇറങ്ങുള്ളൂ. ഇത് കസ്റ്റമർക്ക് എന്റെ ആവശ്യമുള്ളതിനെ കൊണ്ട് പുള്ളിക്കാരൻ AC ക്യാബിൻ എടുത്തിട്ട് അത് ചേസിലേക്ക് മാറ്റിയിട്ട് കവേർഡ് ആക്കിയ വണ്ടിയാണ്. ഏകദേശം ഓൾമോസ്റ്റ് നമുക്കൊരു 10-40 പുതിയ വണ്ടിക്ക് വില വരുന്നുണ്ട്. എല്ലാ ഓഫർ കഴിച്ചാൽ 10-40. അത് ഈ ബോഡി അടക്കം വരുന്ന വണ്ടിക്ക്. ഇത് ഓട്ടോ എത്ര പോയി? ഇപ്പോൾ ഇത് ആകെ 12,000 ഓടിയിട്ടു വണ്ടി. 12,000 ഓടിയിട്ടുള്ളൂ, അതാണ് ഹൈലൈറ്റ്. CNG ഉണ്ടായിട്ട്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദ്യം? എത്രയുണ്ട്? നമ്മളിപ്പോൾ 7 രൂപ ചോദിച്ചിട്ടുള്ള വണ്ടിക്ക് 7,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും. വെറും 12,000 ഓടിയ വണ്ടിയാണ്. അതും കമ്പനി വാറണ്ടി ഉണ്ടാവില്ല. ഇപ്പോൾ വണ്ടി വാറണ്ടി ഉണ്ട്. എത്ര വരെ കിട്ടും? എത്ര വർഷം കമ്പനി വാറണ്ടി? നമുക്കുള്ളത് 2 മന്ത്സിലേക്കുള്ളത്. പക്ഷെ എന്തായാലും നമുക്ക് നമ്മുടെ ടാറ്റ ഓക്കേന്റെ അഡീഷണൽ എക്സ്റ്റൻഡ് വാറണ്ടി 6 മന്ത് വേറെ ഉണ്ട്.
10,000 കിലോമീറ്റർ നമ്മൾ അഡീഷണൽ വേറെ കൊടുക്കുന്നുണ്ട്. 10,000 കിലോമീറ്ററിന് അഡീഷണൽ വാറണ്ടി ഉണ്ട്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. ടയർ ഭാഗം ഒന്നും വലിയ കുഴപ്പമില്ല, വണ്ടി പുതിയ വണ്ടിയാണ്. ഓക്കെ, അത്രേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ മൈലേജിന് നിങ്ങൾക്ക് ലോഡ്, ഇതിൻ്റെ കപ്പാസിറ്റി ഇത് നമുക്ക് ലോഡിങ് ഒരു 2-2.5 വരെ കയറിപ്പോ. 2.5 വരെ. പേപ്പറൊക്കെ നിലവിൽ എല്ലാം പക്ക. നമ്മൾ വരുന്ന എല്ലാ വണ്ടിക്കും ഫുൾ പേപ്പർ ഫിറ്റാണ് നമ്മൾ റേറ്റ് പറയുന്നത്. അതിലെന്തെങ്കിലും കുറവുണ്ട് നമ്മൾ തീർത്ത് കൊടുക്കും ചെയ്യും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും 2.0 ഏസ് ഗോൾഡ് ആണ്. ഇതും CNG പ്ലസ് പെട്രോൾ, പുതിയ വണ്ടി തന്നെ. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ അല്ലേ? ഇത് സെയിം ബോഡിയാണ്, സെയിം കവറിംഗ് ബോഡിയാണ്. 24 തന്നെ മോഡൽ 2025. ഓ, ഇത് 25 ഉണ്ട് അല്ലേ? 2025 മോഡൽ 25 ആണ്. എത്ര ഓടി? ഇത് കിലോമീറ്റർ 13,000 ഓടിയിട്ടുള്ളൂ. 10,000. ഓക്കെ, ഒന്നും ക്ലെയിം ഒന്നും സംഭവിച്ചിട്ടില്ല? ഒന്നുമില്ല, 2 വണ്ടി ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഇത് 2025 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 13 ഓടിയിട്ടുള്ളൂ. ഈ പറഞ്ഞോണ്ട് തന്നെ നമുക്ക് മൈലേജ്, ഇതിന് നമ്മൾ കമ്പനി കൊടുക്കുന്ന മൈലേജ് 28 വരെ കമ്പനി പറയുന്നുണ്ട് മൈലേജ്. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ചെറുതല്ല വണ്ടി? ചെറിയ വണ്ടി, ഏസ് ഗോൾഡ് തന്നെ. ഏസ് ഗോൾഡ് CNG 2.0 പുതിയ വേർഷൻ പ്ലസിൽ ഇറങ്ങിയ ടൈപ്പ് വണ്ടി തന്നെയാണ്. വേറെ എന്താ പറയാ, പുതിയ വണ്ടി തന്നെ എന്ന് പറയാം. ഇത് ക്യാബിൻ AC ഇല്ല? ഇല്ല, ക്യാബിൻ AC ഇല്ല. AC വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് AC വരുന്നില്ല. അങ്ങനെ സംഭവം വരുന്നില്ല. ഓക്കെ, ഏസ് ഗോൾഡ് ആണ്. ഇതിൽ ആദ്യം ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? പുതിയ നമ്മളിപ്പോൾ 5,40 ചോദിച്ചിട്ടുള്ളൂ വണ്ടി. പുതിയ വണ്ടിക്ക് ഏകദേശം ഓൾമോസ്റ്റ് 7,40 വില വരും. ഓക്കെ, 5,40,000 രൂപയ്ക്ക് 13,000 കിലോമീറ്റർ ഓടിയ വാറണ്ടി എടുക്കാൻ. 2028 വാറണ്ടി ഉണ്ട്. ഇപ്പോൾ വാറണ്ടി ഉണ്ടാവും, 28 വരെ വാറണ്ടിയിലേക്കാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോൺ എത്ര കയറും ഇതിനൊക്കെ? ഓൾമോസ്റ്റ് ഫുൾ എടുത്ത് ലോൺ തന്നെ കയറും. ഫുൾ തന്നെ കിട്ടും അല്ലേ? 4 ലക്ഷം അത്രയും ഉണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വലിയ വലുപ്പമൊന്നും കണ്ട് പേടിക്കണ്ട, ആള് പാവാ, ചെറിയ വിലക്ക് കിട്ടും. KL 14 രജിസ്ട്രേഷനിൽ വരുന്ന ഫോഴ്സ് അല്ലേ? ഫോഴ്സിന്റെ ഇതെന്താ പറയാ, ഇതിന് കാർഗോ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ്. 12 മോഡൽ സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. വണ്ടി ഒരു ചെറിയ ഓട്ടങ്ങൾ ഉപയോഗിച്ചൊരു വണ്ടിയാണ്. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ കാർഗോ സർവീസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ചെറിയ എമൗണ്ടിലാണ് ഇത്രയും വലിയ വണ്ടി കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി എല്ലാ പേപ്പറും ഫുൾ ഫിറ്റ് ആക്കി, എല്ലാ പേപ്പറും മൊത്തം ഫുൾ ഫിറ്റ് ആണ്. വണ്ടിന്റെ ക്ഷേമതി പേപ്പർ വരെ ഫുൾ ഫിറ്റ് ആണ്. ഇത് എല്ലാ കസ്റ്റമേഴ്സിനുള്ള ബുദ്ധിമുട്ട്, ക്ഷേമതി പൈസ പെൻഡിങ് ഉള്ള കാര്യങ്ങൾ. നമ്മളെ പേപ്പർ എല്ലാം ക്ഷേമതി പേപ്പർ ക്ലിയർ ആണ്. പണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ക്ഷേമതി ക്ലിയറൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ട് അനുവദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേമതി പൈസ പണ്ട് നമ്മൾ എടുക്കാണ്ടാണ് നമുക്ക് പല വണ്ടി കിട്ടുന്നത്. ഇപ്പൊ പല കസ്റ്റമർ അവരുടെ പേരിലേക്ക് പേര് മാറി കഴിഞ്ഞിട്ട്, പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് ക്ഷേമതി അവരെ പേരിൽ അടയ്ക്കാം, അവരെ അടച്ചാൽ മതി. അത്രേ ഉള്ളൂ, ഇഷ്യൂസ് ഇല്ല, വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ എല്ലാ വണ്ടിന്റെയും പേപ്പറും ക്ഷേമതി ഒക്കെ റെഡി ആക്കിയിട്ടേ ഉള്ളൂ. അതായത് ഗവൺമെന്റ് നമ്മളോട് തന്നാണ് എന്താണ് ക്ഷേമതി ഇല്ലാണ്ട് അവരെ ടാക്സ് അടപ്പിച്ച് അത് നമ്മുടെ ജനങ്ങളെ അവർ ലേശം ബുദ്ധിമുട്ടിച്ചാണ്. ഇപ്പോൾ വീണ്ടും രണ്ടാമത് ക്ഷേമതി ഓപ്പൺ ആയി സ്ഥിതിക്ക് നമ്മൾ എല്ലാ പേപ്പറും ക്ഷേമതി ഒക്കെ റെഡി ആക്കിയിട്ട് വണ്ടികൾ കൊടുക്കുന്നത്. അപ്പോൾ അവർ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതല്ല നമ്മുടെ അടുത്തുനിന്ന്. ഓക്കെ, 12 മോഡൽ 1 lakhന്റെ താഴെ ഓടിയ ഫോഴ്സിന്റെ കാർഗോ ആണ് വാഹനം. ഇതിലും വേറെ വർക്ക്, മെക്കാനിക്കൽ വർക്ക് ഒന്നുമില്ല, വണ്ടി പക്ക. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പോൾ നമ്മൾ 3.25 ചോദിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് 3.25 ഫിനാൻസും കിട്ടി വണ്ടിക്ക്. ഫുൾ ലോണിൽ നിങ്ങൾക്ക് 3,70,75,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ ഫോഴ്സിന്റെ കാർഗോ കൊണ്ടുപോകാം. വേറൊരു കാര്യമായ വർക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് അശോക് ലേലൻ ദോസ്താണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ ദോസ്ത വരുന്നത്. ഹൈടെക് ബോഡിയാണ് വണ്ടി വരുന്നത്. ഓക്കെ, വണ്ടി പറയുന്നത് ഇതേപോലെ തന്നെ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. എത്ര ഓടി? ഇത് 1.40 ഓടിയത്. 2022 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 22 എല്ലാ പേപ്പറും ഫിറ്റ് ആക്കിയിട്ടുള്ള വിലയാണ് പറയാം. അതെ, ഇതിപ്പോൾ നമ്മൾ 5.60 ചോദിച്ചിട്ടുള്ളൂ. 5,60,000 രൂപയ്ക്ക് 2022 ദോസ്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി നമുക്കൊരു 3 ടൺ വരെ കയറിപ്പോ. 3 ടൺ വരെ കയറും. ലോൺ ആണെങ്കിൽ നമുക്കൊരു ഫുള്ള് ലോണും കിട്ടും. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ? ഒന്നുമില്ല, വണ്ടിന് പക്കയാണ്. ഓക്കെ, ടയർ ബാഗൊക്കെ എല്ലാ ടയർ ബാഗിലും ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നും തന്നെ ഇല്ല, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതും ക്യാബിൻ AC ഒന്നും വരില്ല, നോർമൽ തന്നെയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇൻട്രാ V50 വന്നു. KL 18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ 24 വണ്ടിയാണ്. 24 രജിസ്ട്രേഷൻ ഉണ്ട്. അതെ, 23 ഇയർ ഓഫ് മാനുഫാക്ചർ. 23 നമ്മൾ പറയുള്ളൂ, പറയുകയാണെങ്കിൽ 24 പറഞ്ഞെന്നുള്ളൂ. പിന്നെ വണ്ടി AC ക്യാബിൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ബാക്ക് സൈഡ് നോക്കി കാണാൻ നമുക്ക്. ഇത് വണ്ടി ഓടിയത് വെജിറ്റബിൾസും അതേമാതിരി ഫ്രൂട്ട്സും മാത്രം ഓടിയ വണ്ടിയാണ്. അതെ, അപ്പൊ അങ്ങനത്തെ നോക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ ബോഡി കെട്ടിക്കുന്നത്, ഹൈറ്റ് ബോഡി കെട്ടിട്ട് പിന്നെ അത് AC ഒക്കെ വർക്ക് ചെയ്യണം. പക്ക
ഇനി നിങ്ങൾ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പേർപ്പസിന് എടുക്കുന്നെങ്കിൽ ബോഡി മാറേണ്ടി വരും. വേണ്ട, ഇതെല്ലാം പക്കായി നിൽക്കുന്നുണ്ട്. ഓക്കെ. 2023 വണ്ടിയാണ്. വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, വാറണ്ടിക്കുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. എത്ര ചോദ്യം എത്ര? ഇത് നമ്മളിപ്പോൾ 6 ചോദിച്ചിട്ടുള്ളൂ. 6,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്ര V50 കൊണ്ടുപോകാം. അണ്ടർ വാറണ്ടിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട് അല്ലേ? ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ അടുത്ത വണ്ടി ഇൻട്രയുടെ 20 കണ്ടു, 50 കണ്ടു. അടുത്തത് 30 ആണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ തന്നെ. ഇതും ഓപ്പൺ ബോഡിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ ഇൻട്ര V30 AC ക്യാബിൻ വരുന്ന വണ്ടിയാണ്. ഇതിനിപ്പോൾ ഫിറ്റ്നസ് നമ്മൾ പുതിയ ഫിറ്റ്നസ് എടുത്ത് കൊടുക്കും വണ്ടിക്ക്. പുതിയ പേപ്പർ, ഫുൾ പുതിയ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇപ്പോൾ 30 അതെ നിലവിൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചത് 5,000 രൂപ ചോദിച്ചിട്ടുള്ളൂ വണ്ടിക്ക്. 5,25,000 2021 സോറി AC ക്യാബിൻ വരുന്ന വാഹനമാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. വണ്ടി കിലോമീറ്റർ ഓടിയത് 150 ഓടിക്കുന്നത്. എല്ലാം കമ്പനി സർവീസ് തന്നെയാണ്. പക്ഷേ ഈ വണ്ടി നമുക്ക് വാറണ്ടി ഉണ്ട്, എഞ്ചിൻ വാറണ്ടി ഉള്ള വണ്ടിയാണ്. എഞ്ചിൻ വാറണ്ടി ഉണ്ട്. അതെ. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട V50 അതേപോലെ തന്നെ ഇതിനൊക്കെ ഏകദേശം എത്ര മൈലേജ് കിട്ടും ലോഡിൽ? ലോഡ് മൈലേജ് നമുക്ക് V50 ആണെങ്കിൽ ഒരു 12-14 അടുത്ത് മൈലേജ്. ഇതൊക്കെയാണ് ഒരു 16-18 മൈലേജ്. കാരണം നമുക്ക് മാക്സിമം വരാൻ പറ്റുന്ന മൈലേജ് ലോഡിങ് കപ്പാസിറ്റി. ഓക്കെ. അപ്പോൾ പുതിയ റിന്യൂവൽ എടുത്തിട്ട് തരും നിങ്ങൾക്ക്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണ് ഫുൾ ചാൻസ് ഉണ്ടോ? ഫുൾ ചെയ്യാൻ സാധ്യത. വീണ്ടും ഇൻട്ര V30 ആണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ, കവറിംഗ് ബോഡി, കണ്ടെയ്നർ ടൈപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലിൽ കണ്ടെയ്നർ ബോഡിയാണ്. ഫുൾ കണ്ടെയ്നർ ബോഡിയാണ്. നമ്മൾ പെയിന്റ് വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. വേറെ വണ്ടിക്ക് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. ഇത് കിലോമീറ്റർ ആകെ 80 ഓടിയിട്ടുള്ള വണ്ടി. 80,000. അപ്പോൾ നേരത്തെ കണ്ട വണ്ടി കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്. സെയിം ഇയർ തന്നെയാണ്, 2021 സെയിം വണ്ടി. ഇത് ഓട്ടം കുറവാണ് അല്ലേ? അതിനെ സംബന്ധിച്ച് ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ. എത്രയുണ്ട് ചോദ്യം? എത്രയാണ്? ഇത് നമ്മളിപ്പോൾ 5,000 ചോദിച്ചിട്ടുള്ളൂ. ഫുൾ പേപ്പർ എടുത്തിട്ട്? ഫുൾ പേപ്പർ. ഓക്കെ. 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. കണ്ടെയ്നർ വരെ പക്ക ക്ലിയർ ആണ്. കണ്ടെയ്നർ ബോഡി അടിക്കാതിന് ഏകദേശം ഒരു 1 lakhന്റെ മുകളിൽ എക്സ്പെൻസ് വരുന്ന സംഭവം. അത്രയും കോസ്റ്റ് വരും അല്ലേ? അത്രയും കോസ്റ്റ്. ഈ ഒരു കണ്ടെയ്നർ ബോഡി അടിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു 1 lakh എന്തായാലും വേണ്ടി വരും. അതിൽ കുറയില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഇതെല്ലാം കൂടിയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ആ ഒരു ടൈപ്പ് സെഗ്മെന്റ് തന്നെയാണ് നോക്കുന്നത്. അത് മാത്രമല്ല, ഇത് കണ്ടെയ്നർ അടിക്കാൻ കൊടുത്താൽ ഏകദേശം 1 month ടൈം എടുക്കും. അത്രയും ദിവസം നമ്മുടെ കൂലി നഷ്ടമല്ല നഷ്ടമല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും ഈസി ആയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫുൾ ഓൺ വരില്ലേ? ഫുൾ ഓൺ. അടുത്തത് സുസുക്കി സൂപ്പർ ക്യാരി. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2020 മോഡല് സൂപ്പർ ക്യാരി ആണ്. പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ ഓടി 90,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. പക്ഷെ വണ്ടി നല്ല അത്യാവശ്യം ബോഡി വർക്ക് എടുത്തൊരു വണ്ടിയാണ്. ബാക്ക് ഷീറ്റ് വീലൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ വർക്ക് എടുത്തൊരു വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. എല്ലാ വണ്ടിയെല്ലാം നല്ല വണ്ടിയാണ്. ഓടിക്കാൻ നല്ല ഫിറ്റാണ്. ബാക്കിയുള്ള ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയായി കൊണ്ടുവരുന്ന ഒരു വണ്ടി തന്നെയാണ്. AC ഒന്നുമില്ല. ഈ ഇങ്ങനത്തെ ഒരു വണ്ടികളിൽ നമുക്ക് AC വരുന്നില്ല, കമ്പനി വരുന്നില്ല. ഈ എയ്സ് അതേമാതിരി ചെറിയ സെഗ്മെന്റ് ഉള്ളൂ. അതിന് വെക്കുള്ള ഗ്യാപ്പില്ല. അതാണ് സൂപ്പർ ക്യാരി. പൊതുവെ മൈലേജ് എങ്ങനെ? മൈലേജ് പെട്രോൾ എനിക്ക് തോന്നുന്നു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ മൈലേജ് മാക്സിമം കിട്ടുന്നുണ്ടാവും. ലോഡിംഗ് കപ്പാസിറ്റി എന്തായാലും ഒരു 2 അടുത്ത് കയറിപ്പോ. 2 വരെ. ഈ സെഗ്മെന്റ് V20 ഒക്കെ ഈ സെഗ്മെന്റിൽ വരുമോ അതോ? അല്ല, V20 ഇതിന് മുകളിലാണ് വരിക. മുകളിൽ തന്നെ വരും അല്ലേ? നമുക്ക് മാക്സിമം ലോഡ് കപ്പാസിറ്റി എയ്സ് ഗോൾഡ് ആ ഒരു എയ്സ് ഗോൾഡിന്റെ ആ ഒരു ഇതിൽ തന്നെ 2 ടൺ കയറി പോകാറുണ്ട്. കസ്റ്റമർ നമ്മളതല്ല, നമ്മൾ ഓടിച്ച് പരിചയമില്ല. പക്ഷെ എന്നാലും കസ്റ്റമേഴ്സ് നമ്മൾ 2 ടൺ കയറ്റാറുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞാണ്. എന്തായാലും കയറി പോകാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് സാധാരണ ചെറിയ മറ്റേ ഓട്ടോറിക്ഷയിൽ വരെ കണ്ടില്ല നിങ്ങൾ ഒരു 900 അപ്പൊ എന്തായാലും ഇതിന് കയറി പോകും. 4 വീലായി കൊണ്ടൊക്കെ. എത്ര ചോദ്യം? 2.5 ചോദിച്ചിട്ടുള്ളൂ വണ്ടിക്ക്. 2.5 ലക്ഷത്തിന് കൊണ്ടുപോകും. 2020 വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയ സൂപ്പർ ക്യാരിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫുൾ ഓൺ കയറും. കയറും. അടുത്തത് മഹീന്ദ്ര സുപ്രോ KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡല് മിനി ട്രക്ക് പറഞ്ഞ T4 പറഞ്ഞ വേരിയന്റ് ആണ്. ക്രോസ് വരുന്ന മോഡലാണ്. ഇത് കിലോമീറ്റർ ആകെ 1.7 ഇട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വേറെ നല്ല വണ്ടി, വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലോസ്ഡ് ബോഡി തന്നെ അല്ലേ? ക്ലോസ്ഡ് ബോഡി തന്നെ. അത്യാവശ്യം നല്ല ഇതിനെ ക്യാരി ചെയ്യുന്ന സംഭവമാണ് സുപ്രോ. ഒരുവിധം എല്ലാവരും നമ്മൾ ചോദിച്ചു വരുന്ന വണ്ടിയാണ്. ഫ്രീസർ ടൈപ്പ് ഒന്നും ഇപ്പൊ കയ്യില്ലല്ലോ? ഫ്രീസർ ടൈപ്പ് ഇപ്പൊ ഇല്ല. ഫ്രീസർ വന്നാല് പിന്നെ ഇവിടെ വരുമ്പോഴേക്ക് പോണ സംഭവം. ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ കസ്റ്റമർ ഉണ്ട്. കാരണം അതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ആവും. പൈസ നല്ല പൈസ ആവും ചെയ്യും. കിട്ടുകയാണെങ്കിൽ സുഖമാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ 2017 നമ്മളിപ്പോ ചോദിക്കുന്ന റേറ്റ് ആകെ 2.5 ചോദിച്ചുള്ളൂ ഈ വണ്ടിക്ക്. 2.50. 18 പറഞ്ഞേ? 2017 മോഡല്. 17 മോഡല് 2,80,000 രൂപയ്ക്ക് സുപ്രോ മാക്സി ട്രക്ക് T4. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ ഓൾമോസ്റ്റ് 2.5 ലോണും കിട്ടും. അത് തന്നെ കിട്ടുകയും ചെയ്യും അല്ലേ? ഓക്കെ. ഒരു വർക്കില്ല.
പേപ്പറെല്ലാം ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ, അത് ആദ്യം പറയുന്നുണ്ട്. അടുത്ത വണ്ടി അല്ല, ഇതിന്റെ മൈലേജ് എങ്ങനെ കിട്ടും? ഇത് എനിക്ക് തോന്നുന്ന ഒരു 18 അടുത്ത് മൈലേജ് കിട്ടും. ലോഡ് കപ്പാസിറ്റി ലോഡിംഗ് കപ്പാസിറ്റി ഒരു 2 അടുത്ത് തന്നെ, അടുത്തതാ ഇവിടെ ഉള്ള ഏറ്റവും ചെറിയ വാഹനമാണ് സിപ്പ് എക്സൽ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ സിപ്പ് എക്സൽ വണ്ടി. എന്താ ഇതിപ്പം സാധാ ഏസിനായിട്ട് ചെറിയൊരു വണ്ടിയാണ്, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്. അതായത് ഇപ്പൊ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ 3 വീലർ ഓട്ടോറിക്ഷ, അതിന് പകരം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇറങ്ങി നിൽക്കുന്ന ഒരു എൻക്വയറിൽ വണ്ടി. നമുക്ക് ഒന്നാമത് ഈ പുതിയ ബൈപ്പാസ് വന്നപ്പം 3 വീലർ കയറാത്തൊരു നിയമമുള്ളതിനെ കൊണ്ട് ഒരുവിധം ഓട്ടോക്കാർ മാറ്റിട്ട് ഈ വണ്ടിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വന്ന എല്ലാ വണ്ടി വേഗം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്തായാലും സിപ്പിലേക്ക് മാറാം. അതെ, ഓക്കെ. അപ്പോൾ ഇത് 19 മോഡല്, കിലോമീറ്റർ ഇത് ഓടിയിരിക്കുന്നത് 1.4 അടുത്ത വണ്ടി ഓടിയത്, 1,20,000. നമ്മൾ പലതിന് ഓണർഷിപ്പ് പറഞ്ഞില്ല അല്ലേ ഇന്ന് തീരെ? എങ്ങനെ ഓരോ വണ്ടിയുടെ ഓണർഷിപ്പ് എത്ര ഉണ്ടെന്നുള്ള പറഞ്ഞില്ല. ഓണർഷിപ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഇതെല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതിൽ ഏതോ ഒരു വണ്ടി 2 വണ്ടി ആകെ സെക്കൻഡ് ഓണർഷിപ്പിൽ പോയി, ബാക്കിയെല്ലാം ഒരുവിധം ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, അത് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. KL 79 വണ്ടി. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ആകെ 1.60 ചോദിച്ചിട്ടുള്ളൂ. 1,60,000 രൂപയ്ക്ക് 2019. അതായത് നിങ്ങളിപ്പോൾ 3 വീലർ കൊണ്ട് നടക്കുകയാണെങ്കിൽ, മറ്റേ ആപ്പയൊക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അല്ലേ, ഗുഡ്സ് ടൈപ്പ് ആണെങ്കിൽ ഇതിലേക്ക് മാറാവുന്നതാണ് അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇൻട്രാ V10 ആണ്. V സീരീസിലെ എല്ലാം നമ്മൾ കാണിച്ചു അല്ലേ? 10, 20, 30, 50. 70 കൂടെ ഉണ്ട് കേട്ടോ. 70 കൂടെ വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, അത് നമ്മുടെ എത്തിയിട്ടില്ല. നമുക്ക് അത് കാണിക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ വണ്ടിയാണ്, AC ക്യാബിൻ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 20 ഓടിയിട്ടുള്ള വണ്ടിക്ക് 20,000 23 അല്ലേ. ഓക്കെ, ഇതെന്താ ബോഡി കണ്ടല്ലോ നിങ്ങൾ ചെയ്തേക്കുന്നത്? ബോഡിയിലെ കാരണം എല്ലാം പക്കയാണ്. 2020 വരെ വണ്ടിന്റെ പേപ്പർ എല്ലാം ഫിറ്റ് ആണ്. ഇൻഷുറൻസ് എല്ലാ ഭാഗങ്ങളും എല്ലാം പക്ക ക്ലിയർ ആണ്. വാറണ്ടി ഉണ്ട് നമുക്ക് വണ്ടിക്ക്. വാറണ്ടിയിൽ വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് നമ്മൾ 5 രൂപ ചോദിച്ചിട്ടുള്ളൂ. 5 ലക്ഷത്തിന് AC ക്യാബിൻ വണ്ടിയാണ്. AC ക്യാബിൻ വരുന്ന വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 5 ലക്ഷത്തിനാണ്. ഫുൾ ഓൺ കിട്ടും. ഇത് ഇറങ്ങുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 8 സംതിങ്ങോളം പുതിയ വണ്ടിക്ക് വരണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫുൾ ഓണിൽ 5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം, ഇൻട്രാ V10. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ക്യാപ്സ് കൊമേഴ്ഷ്യലിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ക്യാപ്സ് മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഷോറൂമാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഫ്രണ്ട്സ് ഫാമിലിയിലോ ആർക്കെങ്കിലും ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വന്ന് കമൻസിൽ പറയാം. നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ വീഡിയോ ആണ് വേണ്ടത്, ഫോർസ് ട്രാവലറിൻ്റെ ഒക്കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയാം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ ചെയ്തായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സുഷി. ഓക്കെ, ബൈ. താങ്ക് യു, ബൈ.